പ്രിയമുള്ള സുഹൃത്തുക്കളെ, വെറൈറ്റി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ വാർഷിക പരിപാടികൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് മലയാള സിനിമയിലേക്ക് എത്തിയ നമ്മുടെ എല്ലാവരുടെയും രോമാഞ്ചമായ മിസ് മാംസളകുമാരി ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. മാംസളകുമാരി എത്തിക്കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാംസളകുമാരി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഗ്രാമത്തിന്റെ തന്നെ കലാതിലകമായ മാസ്റ്റർ ചിഞ്ചുമോൻ. ആദ്യം ഡാൻസ് അങ്ങോട്ട് കളിക്കും. ഡാൻസ് ആരംഭിക്കല്ലേ? അതെ. അയ്യോ, ഇതെന്താണ് താഴേന്ന് പിറക്കി തിന്നുന്നത്? അയ്യോ, ഇത് താഴേന്ന് പിറക്കി തിന്നതല്ല, പിന്നെ ഇതിന്റെ പേരാണ് സ്റ്റേജ് വന്ദനം. തുടങ്ങാം. ഒരു മിനിറ്റ്. കാസറ്റ് വെക്കേ. എന്ത് കാസറ്റ് വെക്കണോ? മനോഹരമായ ഒരു നൃത്തം ഇത് അവതരിപ്പിക്കുകയാണ് മാസ്റ്റർ ചിഞ്ചുമോൻ. ഏയ് മാളോരെ, നിങ്ങൾക്ക് പാമ്പാട്ടിയുടെ കഥ കേൾക്കണോ? പാമ്പാട്ടി ഞാൻ, നല്ല പാമ്പാട്ടി ഞാൻ, മലതോറും മലയുന്ന പാമ്പാട്ടി ഞാൻ, ഒരു നേരം അന്നത്തിനായെന്നും നാടാകെ പാമ്പാട്ടമാടുന്ന പാമ്പാട്ടി ഞാൻ. ഒരു ദിവസം കൂട തുറന്നപ്പോ ഫണം വിടർത്തിയാടിയ പാമ്പിനെ കണ്ടില്ല. എവിടെ പോയി പാമ്പേ നീ, എവിടെ പോയി? ആടു പാമ്പേ മനം തേടു പാമ്പേ, ആടു പാമ്പേ മനം തേടു പാമ്പേ. മനോഹരമായ ഒരു പരിപാടി നടക്കുമ്പോ താൻ വെറുതെ വൃത്തിയോട് കാണിക്കണത്? ഞാനാണ് വൃത്തിയോട് കാണിച്ച് ജീവിക്കുന്നത്, ഇവനാണ് വൃത്തിയോട് കാണിച്ചത്. ഇവൻ എന്ത് വൃത്തിയോട് കാണിച്ചെന്നാ പറയണത്? എടാ, മര്യാദക്ക് സ്റ്റേജിന്റെ ബാക്കിൽ ഇരുന്ന് രണ്ടെണ്ണം അടിച്ചോണ്ടിരുന്ന എന്നെ മകിടി ഊതി വിളിച്ചു വരുത്തിയല്ലോ. എടാ, ഒരു മിസ് കോള് വിട്ടാൽ ഞാൻ വരില്ലേ? ചേട്ടാ, നിങ്ങൾക്കറിയാമോ, 10 വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത കലോപലഹാരമായിരുന്നു. പലഹാരമല്ലടാ, കലോപഹാരം. ഒറ്റ നിമിഷം കൊണ്ട് ഈ കസ്ബല നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങൾക്കറിയാമോ? ഇന്നെന്റെ അരങ്ങേറ്റമായിരുന്നു. ഇല്ല, ഇനി ഞാൻ ഈ ചിലങ്ക കെട്ടില്ല. വേണ്ട, നീ ചിലങ്ക കെട്ടണ്ട. എനിക്ക് വേണ്ട. കൊച്ചു കൊച്ചു ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സ്. ഇല്ല, ഇനി ഞാൻ ഈ ചിലങ്ക കെട്ടില്ല. വേണ്ട, നീ ചിലങ്ക കെട്ടണ്ട. കെട്ടില്ല, കെട്ടില്ല, കെട്ടില്ല. കെട്ടണ്ട. വൈകിട്ട് 5 മണി കഴിയട്ടടാ, നിന്ന് ഞാൻ എടുത്തോളാം. പൊന്നു ക്ലീറ്റസ്, പ്രശ്നം ഉണ്ടാക്കല്ലേ? മനോഹരമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ? സംസാരിക്കില്ലേ? ഞാനിവിടെ ഇന്ന് അടിച്ചു പൊളിക്കും. എനിക്ക് സന്തോഷമുള്ള ദിവസം. അതെന്താ സന്തോഷത്തിന്റെ കാരണം? ഞാൻ എന്റെ പഴയ ഭാര്യനെ ഉപേക്ഷിച്ച് പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്തിനാടാ പുതിയ പുസ്തകം വാങ്ങിച്ച് നാട്ടുകാർക്കൊക്കെ വായിക്കാൻ കൊടുക്കുന്നത്? ഇത് കേട്ടതൊന്നും ഇങ്ങനെ ഇരിക്കണ പഴയ പുസ്തകം നാട്ടുകാരും വായിക്കാത്തതാണ്. എന്റെ ക്ലീറ്റസ് അടുത്തോട്ട് വരാൻ പോകുന്ന ആരാന്നറിയാമോ? ആരാന്ന്? സിനിമാ നടി മാംസളകുമാരി. ഏത് കുമാരി ഒന്നെന്ന് പറഞ്ഞാൽ ക്ലീറ്റസ് ഇവിടെ അടിച്ചു പൊളിക്കും. ഇതാ നന്നായി വരും. നല്ല ബാക്കിൽ ആള് നിൽക്കണ കാണാൻ കണ്ടില്ല. ഇനി ചത്താലും വേണ്ടില്ല. ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ വെടിക്കെട്ടില്ലേ? നീ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ഇനി എന്തിനാണ് വേറെ? എന്താ പേരെന്നാ പറഞ്ഞത്? മാംസളകുമാരി. എന്തോ മാംസളകുമാരി. ഇതിലെവിടെയാടി മാംസം? പൊന്നു ക്ലീറ്റസിന്റെ പ്രശ്നം ഉണ്ടാക്കല്ലേ? ഇതുപോലുള്ള സാധനങ്ങൾ ഉരുട്ടുകൂട്ടി ചുണ്ടിനുള്ളിൽ വെച്ചാലേ തൊള വരും. തൊള കണ്ട? ഇതെന്താടി പഞ്ചായത്തിലുള്ളത്? അപ്പൊ ഞാൻ ഇത്തിരി കാണിച്ചു വെച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര പരാതിയാ. അന്യ സിനിമയിൽ വിക്രം കാണിക്കണുണ്ടല്ലോ. വിക്രം എങ്ങനെ കാണിക്കുന്നു? സ്റ്റൈലാണ്. സ്റ്റൈലല്ല, ഹാൻസ് വെച്ചിട്ട് തോണ്ടിക്കളാണ് ഇങ്ങനെ.
ചേട്ടാ പ്രശ്നം ഉണ്ടാക്കല, എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് മാംസലകുമാരിയോട്. അതെ, ചേട്ടനടുത്ത കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട, സംസാരിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. പ്രിയമുള്ളവരെ, പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ബീഫ് ബീഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മേഡം ബീഫും പൊറോട്ട ഒന്നുമല്ല, വെറൈറ്റി ആർട്സ് ആൻഡ് വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വേദിയിൽ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കഴിഞ്ഞ വർഷം ഇതേ ക്ലബിന്റെ പരിപാടിക്ക് ഞാൻ ഈ വേദിയിൽ വന്നിരുന്നു. അന്ന് വൺ മിസ്റ്റർ കുഞ്ഞിക്കഴി നിന്റെ സംസാരം കേൾക്കും പറയാ, നീ പണ്ട് ഷാപ്പിലെ കറിക്കച്ചോടെ കരുതിയാണ്. മഴിക്കിന്റെ മുമ്പ് മര്യാദക്ക് സംസാരിക്കും. കഞ്ഞിക്കുഴി കുഞ്ഞികൃഷ്ണന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനാണ് ഞാൻ ഈ വേദിയിൽ വന്നത്. ഞാൻ പുസ്തകങ്ങളുടെ പേര് മറന്നുപോയല്ലോ. ഒന്ന് ഫയർ, മറ്റേത് ക്രൈം. പ്രിയമുള്ളവരെ, എനിക്ക് സംസാരിക്കാനുള്ളത് പുരുഷന്മാരോടല്ല, സ്ത്രീകളോടാണ്. സ്ത്രീകളോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ പുരുഷന്മാരുടെ അടിമകളായി ജീവിക്കുന്നത്? എന്തിനാണ് ചേച്ചി? നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങണം. നമ്മൾ സ്ത്രീകൾ കാർ ഓടിക്കണം, ബസ് ഓടിക്കണം, ഫ്ലൈറ്റ് ഓടിക്കണം, എന്തിന് ട്രെയിൻ വരെ നമ്മൾ സ്ത്രീകൾ ഓടിക്കണം. എന്നാ ഒരു കാര്യം ചെയ്യും, നീയൊക്കെ നാളെ ചെന്നൊരു തെങ്ങ കയറി. എന്താണ് സ്ത്രീകൾക്ക് തെങ്ങ കയറി എന്നാ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? തെങ്ങ കയറുമ്പോഴത്തേക്ക് താഴെ തേങ്ങ അവർക്ക് ആണുങ്ങളുടെ ബഹളമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്റെ വലിയൊരു ആരാധകനാണ്. താങ്ക് യു. അയ്യോ, ഞാൻ എവിടെ ചെന്നാലും അത് എന്നെ പാടിക്കാതെ വിടത്തില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് പാടിക്കാതെ വിടത്തില്ല. അയ്യോ, ഞാൻ സാധനം ചെയ്തില്ലല്ലോ. സാധനമല്ല, സാധകം. നമ്മൾ സ്വരം നന്നാക്കാൻ വേണ്ടി വെള്ളത്തിനടിക്ക് എന്തെങ്കിലും ചെയ്തില്ലേ? Yes, yes. അതാണ് സാധകം. അതിന് സാധനവും സമാഗമവും അല്ല പറയണ, അതിന് പറയുന്ന പേരാണ് മരണവെപ്രാളം. നീ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇറക്കി വിടാ പോയി ഇയാളെ. പാട്. പാപ്പന് പനിയാ. പ്രിയമുള്ളവരെ, സുപ്രസിദ്ധ ഇംഗ്ലീഷ് കവയിത്രി ബിന്ദു വരാപ്പുഴയുടെ അമ്മേ കണ്ണു തുറക്കുക അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ചവിട്ടി തുറക്കും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാരയും പിക്കാസും കൊണ്ട് അടർത്തിയെടുത്ത 3-4 വരികളാണ് ഞാൻ ഇവിടെ കീച്ചാൻ പോകുന്നത്. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ്? നിന്റെ അച്ഛൻ. പുല്ലാങ്കുടൽ ഒരു പാൽക്കടലാക്കിയതാരാണ്? നിന്റെ തള്ള. തള്ളക്ക് കുടിച്ചതിറങ്ങി. പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ദൈവമാണ്, അപ്സരസാണ്. സ്ത്രീജന്മം പുണ്യജന്മം, സ്ത്രീ ഒരു സാധനം. നാട്ടുകാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നിട്ടുണ്ട്. മന്ത്രിയെ സഹിതം ഞാൻ വേദിയിൽ മണിക്ക് പവർ കട്ടാണ്. അതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്ത് തീർക്കണമെന്ന്. പ്രിയമുള്ള കേൾക്കുന്നുണ്ടോ? 8 മണിക്കാണ് പവർ കട്ട്. അതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത് അല്ലപ്പോ എന്തിനാണ് ഉദ്ഘാടനം? കലോത്സവം, പഞ്ചായത്ത് കലയെ കുറിച്ച് പറയണം. കലയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ തല്ലാനായിട്ട് കല മറ്റേ ഉദ്ഘാടനം ചെയ്യണം. മറ്റേ കലയില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങളോട് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. ഞാൻ എവിടെ ഉദ്ഘാടനത്തിൽ ചെന്നാലും ഈ പിച്ചളകുമാരി അവിടെ ഉണ്ടാവും. എന്തായാലും വയസ്സ് 10-40 ആയാലും കുമാരി തന്നെയല്ലേ, എനിക്കത് മതി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പഞ്ചായത്ത് കലാമേളയുടെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. മെനകെട്ടവനെ, 8 മണിക്ക് പവർ കട്ടാന്ന് നീ പറഞ്ഞു. പക്ഷെ ഇവിടെ ജനറേറ്ററുള്ള കാര്യം ഒന്നും പറയാൻ പാടില്ല. ഞാടാ